നമസ്കാരം. ഞാൻ ഡോക്ടർ ഷഫീഖ് ഷംസുദ്ദീൻ. കഴിഞ്ഞ 6 വർഷമായി മലബാർ മേഖലയിൽ ബ്രസ്റ്റ് ക്യാൻസർ സർജനായി സേവനമനുഷ്ഠിക്കുന്നു. ഈ കാലയളവിൽ ഞാൻ ചികിത്സിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ത്രീകളും പലപ്പോഴായി എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡോക്ടർ, സ്തനാർബുദം പൂർണ്ണമായി തടയാൻ കഴിയുന്ന ഒന്നാണോ? ഇതിൻ്റെ മറുപടി ഇങ്ങനെയാണ്. സ്തനാർബുദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ അനവധിയാണെന്നിരിക്കെ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ സ്ത്രീ ആയിരിക്കുക എന്നുള്ളതും പ്രായമേറുക എന്നുള്ളതുമാണെന്നിരിക്കെ പൂർണ്ണമായും സ്തനാർബുദം ഉണ്ടാകുന്നത് തടയുക എന്നുള്ളത് തൽക്കാലം പ്രായോഗികമായ ഒന്നല്ല. ഈ ശാസ്ത്രീയമായ വസ്തുത മുൻനിർത്തിക്കൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഫലപ്രദമായ മറ്റൊരു പ്രതിരോധ ചികിത്സാ മാർഗം ലോകരാജ്യങ്ങൾക്ക് മാതൃകയായി ചൂണ്ടിക്കാട്ടുന്നത്. അതാണ് ഏർലി ഡിറ്റക്ഷൻ അഥവാ പ്രാരംഭ ദശയിലുള്ള രോഗനിർണയം എന്നുള്ളത്. എന്താണ് പ്രാരംഭ ദശയിലുള്ള രോഗനിർണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒരു സ്തനാർബുദത്തിൻ്റെ ജീവചരിത്രം നാം പരിശോധിച്ചാൽ ഏകകോശത്തിൽ നിന്ന് ആരംഭിച്ച് വിഘടനത്തിലൂടെ അനേകം കോശങ്ങളായി മാറുന്ന ആ ഒരു പ്രക്രിയയിൽ ഇതൊടുവിൽ ഒരു മുഴയോ തടിപ്പോ കല്ലിപ്പോ ആയി രൂപാന്തരം പ്രാപിക്കുന്നതിന് മുന്നേ മാമോഗ്രാം എന്നൊരു പരിശോധനയിൽ, അഥവാ ബ്രസ്റ്റിൻ്റെ പ്രത്യേകമായ ഒരു എക്സ്റേ ടെസ്റ്റാണ്, അതിൽ ഇതിൻ്റെ സവിശേഷമായ ചില അടയാളങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ആ അവസ്ഥയിൽ കല്ലിപ്പോ തടിപ്പോ മുഴയോ ഒക്കെ ആകുന്നതിന് വളരെ മുമ്പ് തന്നെ മില്ലിമീറ്റർ സൈസിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പോലും മാമോഗ്രാം ഉപയോഗിച്ച് സ്തനാർബുദത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാരംഭദശയിലെ രോഗനിർണയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇനി രണ്ടാമതൊരു കാര്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ സ്വയം സ്തനപരിശോധനയിലൂടെയോ ഇല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അഥവാ ക്ലിനിക്കൽ പരിശോധനയിലൂടെയോ ഒരു തടിപ്പോ മുഴയോ കല്ലിപ്പോ മാറിടത്തിൽ കണ്ടെത്തിയാൽ അത് വളർന്ന് വലിപ്പം വെച്ച് തൊലിയിലേക്കോ നെഞ്ചിൻകൂടിൻ്റെ പേശികളിലേക്കോ കക്ഷത്തിലെ കഴലുകളിലേക്കോ ഒക്കെ വ്യാപിക്കുന്ന അവസ്ഥയിൽ എത്തുന്നതിന് മുൻപേ തന്നെ കണ്ടെത്തി സൂചി പരിശോധനയിലൂടെ നിർണയിച്ച് കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളതും പ്രാരംഭദശയിലെ രോഗനിർണയം കൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇനി ഇത്തരത്തിലുള്ള ഏർലി ഡിറ്റക്ഷൻ അഥവാ പ്രാരംഭദശയിലെ രോഗനിർണയം കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ? പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, മറ്റേ പല അർബുദങ്ങളുടെ കേസിലുള്ളതുപോലെ സ്തനാർബുദത്തിലും പരിപൂർണമായ രോഗസൗഖ്യം ഉണ്ടാവണമെങ്കിൽ പ്രാരംഭദശയിൽ തന്നെ സ്തനങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ അർബുദത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ മാർഗത്തിലൂടെ നമുക്ക് സാധ്യമാവും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം സ്തനാർബുദ ചികിത്സയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ ശസ്ത്രക്രിയ, തുടർന്ന് കീമോതെറാപ്പി പോലുള്ള മരുന്നുകൾ കൊടുത്തുള്ള ചികിത്സ, തുടർന്ന് റേഡിയേഷൻ ചികിത്സ എന്നിവയാണ്. ഇതിൽ തന്നെ പ്രാരംഭദശയിലുള്ള രോഗനിർണയം സാധ്യമായാൽ ഈ ചികിത്സാ രീതികളിൽ ഏറ്റവും ഫലപ്രദമായതിലേക്ക് മാത്രം ചികിത്സയെ നമുക്ക് പരിമിതപ്പെടുത്താൻ സാധിക്കും. ഉദാഹരണം, ശസ്ത്രക്രിയയുടെ കേസിൽ എടുത്താൽ കാലാകാലങ്ങളായി സ്തനാർബുദ ശസ്ത്രക്രിയ സ്തനം മുഴുവൻ നീക്കം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ ആണ് എന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നിരുന്നാലും വളരെ ആരംഭദശയിൽ കണ്ടെത്തുന്ന ട്യൂമറുകൾക്ക് സ്തന സംരക്ഷണത്തിൽ ഊന്നിയുള്ള ശസ്ത്രക്രിയാ മാർഗങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്ന നൂതന ശസ്ത്രക്രിയാ മാർഗമാണ്. എന്താണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഒരു മാറിൽ സ്തനാർബുദം ഉണ്ടായാൽ ആ ക്യാൻസർ ബാധിച്ച ഭാഗം മാറ്റിയാൽ അവിടെ ഒരു വിടവുണ്ടാകും. ഈ വിടവ് തുന്നിച്ചേർക്കുക എന്നുള്ളതാണ് സാധാരണ സ്തന സംരക്ഷണ ശസ്ത്രക്രിയയിൽ അഥവാ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ നടക്കുന്നത്. പക്ഷേ ഇത്രയും സിമ്പിളായിട്ട് പലപ്പോഴും നമുക്ക് അത് ചെയ്ത് അവസാനിപ്പിക്കാൻ പറ്റാറില്ല. ഉദാഹരണം, വലിപ്പമുള്ള ട്യൂമറും
ചെറിയ മാറും ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഈ ട്യൂമർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ മാറിൻ്റെ നല്ലൊരു ഭാഗം നീക്കം ചെയ്യപ്പെടും. അപ്പോൾ തിരിച്ച് ആ മാറ് വൈരൂപ്യമില്ലാത്ത അവസ്ഥയിൽ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം പ്ലാസ്റ്റിക് സർജറി കൂടി സമന്വയിപ്പിച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഒരു ഉപയോഗം. രണ്ടാമതായി, ചെറിയ ട്യൂമറും വലിപ്പമുള്ള മാറും ആണെങ്കിൽ നമുക്ക് ട്യൂമർ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം തുന്നി യോജിപ്പിക്കാൻ പറ്റിയെന്ന് വരും. പക്ഷേ എപ്പോഴും സ്തന സംരക്ഷണ ശസ്ത്രക്രിയയ്ക്ക് ശേഷം റേഡിയേഷൻ ചികിത്സ വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ മാർഗമാണ് ഭാവിയിൽ ക്യാൻസർ ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പോൾ ഈ വലിപ്പമുള്ള മാറിൽ നിന്നും ട്യൂമർ റിമൂവ് ചെയ്ത് നമ്മൾ സാധാരണ രീതിയിൽ അത് തുന്നി യോജിപ്പിച്ച് റേഡിയേഷന് പോകുമ്പോൾ റേഡിയേഷന് കാരണം ഉണ്ടാകുന്ന ചില കോംപ്ലിക്കേഷൻസ്, ഉദാഹരണം മാറിടങ്ങളിലെ തൊലിയിൽ പൊള്ളലേൽക്കുക, കാലക്രമേണ മാറിടത്തിൽ കാര്യമായി നീരുണ്ടാവുക, അതോടൊപ്പം വേദന അനുഭവപ്പെടുക തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് വലിപ്പമുള്ള മാറിടങ്ങളുള്ള സ്ത്രീകൾക്ക് സാധാരണയായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഈ ഒരു അവസ്ഥയിൽ വ്യത്യാസം വരുത്താൻ നമ്മളെ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ വലിപ്പമുള്ള മാറിലെ ട്യൂമർ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആ മാറിൻ്റെ വലിപ്പം കുറച്ച് അതിനെ കുറച്ചുകൂടി ഷേപ്പ് ചെയ്ത് എടുക്കുന്നതിലൂടെ ഈ റേഡിയേഷൻ കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതിനോടനുബന്ധിച്ച് ഉണ്ടാകാവുന്ന മറ്റൊരു സംശയം ചില രോഗികളെങ്കിലും ചോദിക്കാറുള്ളതാണ്, ഡോക്ടർ, ഒരു വശത്ത് നമ്മൾ വലിപ്പമുള്ള മാറാണ്, ഇത്തരത്തിലുള്ള ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്തു, മാറിൻ്റെ വലിപ്പം കുറച്ചു, ഷേപ്പിലാക്കി, അപ്പോൾ എൻ്റെ നോർമലായിട്ടുള്ള മാറും ഓപ്പറേഷൻ ചെയ്ത മാറും തമ്മിൽ അനുപാതത്തിൽ വ്യത്യാസം വരില്ലേ, അതിനെന്താണ് പരിഹാരം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമായി തന്നെ ക്യാൻസർ സർജറി ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഒട്ടും ചിലവ് കൂടുതലില്ലാതെ പ്ലാസ്റ്റിക് സർജറിയും കൂടി അറിയാവുന്ന ഓങ്കോപ്ലാസ്റ്റിക് സർജൻ ആണെങ്കിൽ നോർമലായിട്ടുള്ള മാറിലും നമുക്കൊരു ബാലൻസിങ് സർജറി ചെയ്ത് ക്യാൻസർ ബാധിച്ച മാറിൻ്റെ അതേ ഷേപ്പിലും ആകൃതിയിലും നമുക്കത് നിലനിർത്തി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ നോർമൽ മാറിൽ സർജറി ചെയ്യുന്നത് കൊണ്ട് പ്രധാനമായും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ ചോദിക്കാറുള്ളത് പോലെ 2 മാറുകളും തമ്മിലുള്ള ആ അനുപാതം ഏറെക്കുറെ ഒരുപോലെ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ വസ്ത്രം ധരിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും ഒരു വൈകല്യമുള്ളതായി സ്ത്രീകൾക്ക് അനുഭവപ്പെടില്ല. രണ്ടാമതായി, നോർമൽ മാറിൽ നിന്നും കുറച്ച് ഭാഗം നമ്മൾ നീക്കം ചെയ്യുന്നതിലൂടെ ആ മാറിൽ ക്യാൻസർ വരാനുള്ള സാധ്യത അല്പം കുറയുന്നതായും കണ്ടിട്ടുണ്ട്. മൂന്നാമത്തെ പ്രയോജനം ഈ ബാലൻസിങ് സർജറിയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും ഈ ഒരു മാറിൽ ക്യാൻസർ വന്ന സ്ത്രീക്ക് വർഷം കഴിയും തോറും ഏകദേശം 0.5% മുതൽ 1% വരെ പ്രതിവർഷം പുതിയ ക്യാൻസർ അതേ മാറിലോ ഇല്ലെങ്കിൽ മറുവശത്തുള്ള മാറിലോ വരാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 10 വർഷം കൊണ്ട് പരമാവധി 10% സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്താൽ ഇത്തരത്തിലുണ്ടാകുന്ന പുതിയ ട്യൂമറുകൾ പലപ്പോഴും സ്ത്രീകൾ സ്വയം പരിശോധനയിലൂടെ തന്നെയാണ് കണ്ടെത്തുന്നത്. വലിപ്പമുള്ള മാറിൽ ചെറിയ മുഴകൾ കണ്ടെത്താൻ നമുക്കറിയാം അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ചും മാറിൻ്റെ അടിവശത്ത് വരുന്ന ട്യൂമറുകളാണെങ്കിൽ. ഈ ബാലൻസിങ് സർജറിയിലൂടെ മാറിൻ്റെ വലിപ്പം കുറച്ച് അത് ഷേപ്പിലാക്കുമ്പോൾ ഒരു സ്ത്രീക്ക് സ്വന്തമായി പരിശോധിച്ച് അത്തരം മുഴകൾ നേരത്തെ കണ്ടെത്താനും എളുപ്പമായി തീരും. അപ്പോൾ ഇത്തരത്തിലുള്ള 3 ഗുണങ്ങളാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറിയുടെ ഭാഗമായി ബാലൻസിങ് സർജറി കൂടി ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ രണ്ടാമത്തെ ഗുണം, ശസ്ത്രക്രിയയിൽ സ്തന സംരക്ഷണത്തിൽ ഊന്നിയുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ സാധിക്കും. അതുകൂടാതെ ആരംഭദശയിൽ കണ്ടെത്തിയാൽ ചില ക്യാൻസറുകളിലെങ്കിലും നമുക്ക് കീമോതെറാപ്പി പോലുള്ള ചികിത്സകൾ ചിലപ്പോൾ ഒഴിവാക്കാൻ വരെ സാധിക്കും. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ, ആരംഭദശയിലെ രോഗനിർണയവും പരിമിതപ്പെടുത്തിയ എന്നാൽ ഫലപ്രദമായ ചികിത്സാ രീതികളും ഉപയോഗിക്കുമ്പോൾ
സ്വാഭാവികമായും ചികിത്സയിൽ നിന്നുണ്ടാകുന്ന സങ്കീർണതകൾ അഥവാ കോംപ്ലിക്കേഷൻസ്, പിന്നെ സാമ്പത്തിക ബാധ്യതകൾ, ഇവയെല്ലാം ഗണ്യമായി കുറയും. അപ്പോൾ ഈ പ്രധാന ഗുണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ പ്രതിരോധ ചികിത്സാ മാർഗത്തിൻ്റെ ഗുണം നമ്മുടെ ജനങ്ങളിലേക്ക് എത്താനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആനന്ദം ആരോഗ്യം അകറ്റാം അർബുദത്തെ. ഈ പദ്ധതിയുടെ കീഴിൽ സംസ്ഥാന വ്യാപകമായി 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേനയും സർക്കാർ ഇതര ആശുപത്രികൾ കൂടി സഹകരിച്ചുകൊണ്ട് മാമോഗ്രാം പരിശോധന സൗജന്യ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട്. ആയതിനാൽ ഈ അവസരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സ്തനാർബുദം കാരണമുള്ള മരണനിരക്ക് ഗണ്യമായി കുറച്ചു കൊണ്ടുവരാനുള്ള ഈ ഒരു സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.